പ്രൊഡക്ഷൻ കമ്പനി മലയാള സിനിമയിൽ കാലെടുത്ത് വെക്കുകയാണ്. മലയാള സിനിമ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ കുറെ നല്ല നല്ല സിനിമകൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നതും. മലയാളത്തിൽ ഈ പ്രൊഡക്ഷൻ കമ്പനി എത്തുമ്പോൾ ചുമ്മാ അവരുടെ ലോഞ്ച് മാത്രം ചെയ്തല്ല അവർ വരുന്നത്, ഒരു സിനിമ കൂടെ അവർ ഇന്ന് അനൗൺസ് ചെയ്യുകയാണ്. So today we have the launch of the production company, അതിന്റെ കൂടെ തന്നെ the announcement of their first film. So ഒരു ഡബിൾ ധമാക്കയാണ്. നല്ലൊരു കൈയടി തന്നെ ഈ ഒരു അവസരത്തിൽ വേണം. ബിക്കോസ് അവരുടെ ആഗ്രഹം ഈ ഒരു ഹിസ്റ്റോറിക്കൽ ആയ ഒരു ദിവസമായി മാറും. മുന്നോട്ട് പോകുമ്പോൾ വലിയ ഒരു പ്രൊഡക്ഷൻ കമ്പനിയായ ഒരു ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയായി മാറും നമ്മുടെ മാജിക് ഫേസ് പോലെ. അല്ല ലിസ്റ്റിൻ? ഫസ്റ്റ് ഓഫ് ഓൾ വളരെയധികം സന്തോഷമുണ്ട് മലയാള സിനിമയിലേക്ക് ഒരു പുതിയ ഫിലിം പ്രൊഡക്ഷൻ കമ്പനി കടന്നു വരികയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അമീർ. അമീർ ഒരു കഴിഞ്ഞ പടം അമീറിൻ്റെ ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതിന് മുമ്പത്തുള്ള പടം ഞാനാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത്. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഞാൻ അമീറിനോട് ആദ്യം സംസാരിക്കാനായിട്ട് പറഞ്ഞു, വേറെ ഒന്നുമല്ല, ഞാൻ ആ സൗണ്ട് ബോക്സിന്റെ ഫ്രണ്ടിലാണ് ഇരുന്നത്. അപ്പോൾ സ്റ്റീഫന്റെ മ്യൂസിക്കിന്റെ ഫുൾ എന്താ സൗണ്ടുകൾ എനിക്ക് ആവാഹിക്കാനായിട്ട് പറ്റി. എൻ്റെ ശരീരത്തിലേക്ക് കയറിയിട്ടിരിക്കുകയാണ്. അതിന്റെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ടിട്ട് ഷിവറിങ് ആയി. അത്രയും അതെ 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 അപ്പൊ അതുകൊണ്ടിട്ട് അതോടെ മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. സിനിമയെ സംബന്ധിച്ച് സിനിമ പ്രൊഡക്ഷനാണ് ഏറ്റവും റിസ്ക് ഉള്ള ഒരു ഫീൽഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സിനിമ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മുടെ ഒരു കൺട്രോളിലല്ല ആക്ച്വലി ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു ആർട്ടിസ്റ്റിന് ഒരു പനി വന്നാലോ, അല്ലെങ്കിൽ ഒരു ഹർത്താലോ വന്നാലോ, അല്ലെങ്കിൽ ഒരു മഴ വന്നാലോ ഒക്കെ ബാധിക്കുന്നത് പ്രൊഡ്യൂസറെയാണ്. അപ്പം അതുകൊണ്ടിട്ട് ഒരു ചലഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഷിപ്പിന്റെ പ്രൊഡ്യൂസർ കൂടെ ആയിട്ട് ആമീർ മാറിയിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു പുതിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ റിസ്ക് ആണ്. എങ്കിലും ഈ റിസ്കിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം മലയാള സിനിമയിൽ 2011 ഞാൻ എൻ്റർ ചെയ്യുമ്പോൾ ഞാൻ എന്താണോ ഇന്ന് ഞാനൊരു 40-45-50 തിയേറ്റർ റൺ ചെയ്യുന്ന ഒരാളോടെയായിട്ട് മാറിയിട്ടുണ്ട് എങ്കിൽ ഇതെല്ലാം എന്നെ സംബന്ധിച്ച് എനിക്ക് സിനിമ തന്നത് മാത്രമാണ്. ഇപ്പോൾ ഒരു 100-200 ഫിലിം സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, സിഫ എന്ന് പറയുന്നത്, ഒരു സ്റ്റുഡിയോയുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നത് എന്നെ സംബന്ധിച്ച് ഞാനൊരു നടനല്ല, ഒരു ഡയറക്ടർ അല്ലാത്തതുകൊണ്ടിട്ട് ഇതെല്ലാം തന്നത് പ്രൊഡക്ഷൻ ഹൗസാണ്, എൻ്റെ ബാനറാണ് എനിക്ക് തന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് ഇന്ന് ഇറങ്ങിയ കാന്താര ഉൾപ്പെടെ ഇന്നിപ്പോ ഏറ്റവും നല്ലൊരു ദിവസമാണ്. ഇന്ന് ഞാൻ എൻ്റെ ഒരു തിയേറ്റർ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അത് ഒരു നല്ല ദിവസം ആയതുകൊണ്ടിട്ടാണ് ഇന്നത് ആരംഭിക്കാനായിട്ട് സാധിച്ചത്. ഇന്ന് കാന്താര എന്ന് പറയുന്ന ഒരു സിനിമ ഇന്നിപ്പോ നമ്മൾ റിലീസ് ചെയ്തു. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് ഞാൻ പൃഥ്വിരാജിനോട് വിളിച്ചു പറഞ്ഞിട്ട് കേരളത്തിൽ 50 സ്ക്രീനും കൂടെ ഇപ്പൊ കൂട്ടിയതേ ഉള്ളൂ. കാരണം അത്ര വലിയ ഹിറ്റായിട്ട് മാറിയിരിക്കുകയാണ് കാന്താര എന്ന് പറയുന്ന സിനിമ. അപ്പോ ഇതെല്ലാം ഒരു ദിവസം സംഭവിക്കുകയാണ്. അമീറിന്റെ ഈ പുതിയ പ്രൊഡക്ഷൻ ഹൗസും ഇന്ന് സംഭവിക്കുകയാണ്. അപ്പം ഇതും ഈ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് വരുന്ന സിനിമയും കാന്താര പോലെ ഒരു വലിയ വിജയമായ ഒരു സിനിമ ഉണ്ടാവട്ടെ, സിനിമയിൽ കൂടുതൽ കോൺഫിഡൻസ് കിട്ടട്ടെ എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ മെമ്പർ ആവാനുള്ള അതിന്റെ ചാർജസ് ഒക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. മെമ്പർഷിപ്പ് ഫീ ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ അസോസിയേഷനിൽ നിന്ന് പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ ഇപ്പോ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള അമീറിന് എന്റെ എല്ലാവിധ ആശംസകളും. വെൽക്കം ടു ദ ഫിലിം ഇൻഡസ്ട്രി പ്രൊഡ്യൂസർ അസോസിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ആദ്യം താങ്ക് യു ലിസ്റ്റ്. ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസിന്റെ എൻ്റെ അടുത്ത് നേരത്തെ അവിടെ ഇരിക്കുമ്പോൾ ലിസ്റ്റ് ചോദിച്ചു, അതായത് ഞാൻ ചെയ്യണം എന്താ, ഞാൻ വേറെ ആരെയും എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് മലയാള സിനിമയിൽ നമ്മളൊരു പ്രൊഡക്ഷൻ ഹൗസിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു സിനിമയുടെ ലോഞ്ചിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, എനിക്ക് മാത്രമല്ല, ഞാൻ ഇപ്പം നേരത്തെ ലിസ്റ്റിൻ തന്നെ പറഞ്ഞു, എൻ്റെ ആദ്യ സിനിമ ആയിഷ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ലിസ്റ്റിനാണ്. കഴിഞ്ഞ സിനിമ എൻ്റെ എക്സ്ട്രാ ഡീസലിൽ പ്രൊഡ്യൂസ് ചെയ്ത ലിസ്റ്റിനാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു പ്രൊഡ്യൂസറുടെ മുന്നിൽ പോയി കഥ പറയുന്നത് ലിസ്റ്റിൻ്റെ അടുത്താണ്. ഒരു 5-6 വർഷം മുമ്പായിരുന്നു അത്. പക്ഷെ അത് ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ ലിസ്റ്റ് ഇത് ചെയ്യുമ്പോൾ ഉള്ളത് എല്ലാം ഈ പറഞ്ഞതുപോലെ
ഇപ്പൊ ചാത്തന്റെ കാലാണല്ലോ. അപ്പൊ എൻ്റെ കൂടെ എല്ലാ സമയത്തും ചാത്തനായി ലിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടും ഈ ഒരു പിന്തുണ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് അപ്പുറത്തേക്ക് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും, അതിന് ഔപചാരികത ആവശ്യമില്ല എന്നറിയാം, എങ്കിലും സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരെയും, ഈ മുന്നിൽ ഇരിക്കുന്ന ആർട്ടിസ്റ്റുകൾ, ടെക്നീഷ്യൻസ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും, അതുപോലെ തന്നെ മീഡിയ പേഴ്സൺസ്, നമ്മുടെ കുടുംബം, ഫാമിലി, മറ്റ് ഇവിടുത്തെ നമ്മുടെ സുഹൃത്തുക്കൾ, കൊച്ചിയിലുള്ളവർ, നാട്ടിൽ നിന്ന് വന്നവർ, എല്ലാവരെയും ഈ ഒരു ചടങ്ങിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന്റെ പേരിൽ. സാധാരണ കുറെ സംസാരിക്കുന്നില്ല. നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് വരിക എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത് ഏറ്റവും റിസ്ക് ഉള്ള ഒരു പണിയാണെന്ന് അറിയാം. സംവിധാനം തന്നെ വലിയൊരു മല ചുമന്നു കൊണ്ടുപോകുന്ന പണിയാണ്. അതിന്റെ കൂടെ ഇതുകൂടി ആവുക എന്ന് പറയുമ്പോൾ എനിക്ക്, ഞാൻ 2 സിനിമയാണ് ചെയ്തത്. ആദ്യ സിനിമയുടെ പ്രൊഡ്യൂസർ സക്കരിയ ആയിരുന്നു. സുഡാനി ഫ്രം നൈജീരിയൊക്കെ ഡയറക്ട് ചെയ്തിട്ടുള്ള സക്കരിയ ആയിരുന്നു ആദ്യ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. 2ാം സിനിമ എല്ലാവർക്കും അറിയുന്ന ലിസ്റ്റിനായിരുന്നു. എനിക്ക് ആദ്യ സിനിമയിൽ ഒരു ആദ്യ സിനിമയുടെ ഒരു സംവിധായകൻ നേരിടേണ്ടി വരുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും എന്ന് വെച്ചാൽ അതിന്റെ ബഡ്ജറ്റിന്റെ കാര്യങ്ങളും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അതിനേക്കാളും കൂളായിട്ടാണ് ഞാൻ എൻ്റെ 2ാമത്തെ സിനിമ ചെയ്തത്. മാജിക് ഫ്രെയിംസിൽ സിനിമ ചെയ്യുമ്പോഴുള്ള എല്ലാ സന്തോഷവും സമാധാനവും ഞാൻ ആ സിനിമയിലും അനുഭവിച്ചിരുന്നു. അപ്പോൾ 3ാമതൊരു സിനിമയിലേക്ക് ഞാൻ എത്തുമ്പോൾ എന്തുകൊണ്ട് പ്രൊഡക്ഷനിലേക്ക് കടന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2 സിനിമ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് എല്ലാം പഠിച്ചു എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ നട്ടല്ലായി, ബാക്ക് ബോണായി കൂടെ നിൽക്കാൻ ആളുണ്ട് എങ്കിൽ നമുക്കൊന്ന് ഒരു റിസ്ക് തന്നെയാണ് എല്ലാവർക്കും റിസ്ക് എടുത്ത് നോക്കാം എന്നുള്ളതാണ് ഈ ഒരു സിനിമയിലേക്ക്, പ്രൊഡക്ഷൻ ഏരിയയിലേക്ക് ഇറങ്ങാനുള്ള കാരണം. പിന്നെ നമുക്ക് അത്രയും വിശ്വാസമുള്ള, അത്രയും ഉറപ്പുള്ള ഒരു പ്രണയ കഥയാണ്, ഒരു ക്യാമ്പസ് ചിത്രമാണ്. സാധാരണ മലയാളത്തിൽ ക്യാമ്പസ് ചിത്രങ്ങൾ, പ്രണയ സിനിമകൾ നല്ല രീതിയിൽ വരികയാണെങ്കിൽ ഇത് കയ്യും നീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരാണുള്ളത്. അതാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ധൈര്യം. പിന്നെ എക്കാലത്തും എൻ്റെ സിനിമയുടെ സ്വപ്നങ്ങൾക്കൊപ്പം എല്ലാ അർത്ഥത്തിലും എൻ്റെ കൂടെ നിന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് മന്മഥേട്ടനാണ്. മന്മഥേട്ടൻ ഇവിടെയാണ്. മന്മഥേട്ടൻ ഒന്ന് വരുമോ പ്ലീസ്? മന്മഥേട്ടൻ ആണ് ഈ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന്റെ ബാക്ക് ബോർഡ്. ഇപ്പൊ ബഹ്റൈനിൽ ഇപ്പോൾ 1 അരമണിക്കൂർ മുമ്പ് വന്ന് ലാൻഡ് ചെയ്തേ ഉള്ളൂ. മന്മഥേട്ടൻ വന്നതുപോലെ തിരിച്ച് പോവുകയും ചെയ്യും. അതിനിടയിൽ മന്മഥേട്ടനും കൂടി ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഏതെങ്കിലും ഒരു ബോണ്ട് ഇതിന്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പായിരുന്നു. ഇതാണെന്ന് ബാക്ക് ബോണ്ട് ഇപ്പോഴാണ് മനസ്സിലായത്. വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട 2 സുഹൃത്തുക്കൾ ഇതിൻ്റെ ഭാഗമാവുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. പക്ഷേ വളരെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന 2 പേർ, അമീറും ലിജീഷും ഒത്തുചേർന്ന് ഒരു സിനിമയിലേക്ക് വരുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അമീറിൻ്റെ സിനിമ ആയിഷ കണ്ടിട്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അമീറിനെ എനിക്ക് അത്ര പരിചയമുണ്ടായിരുന്ന ഒരാളായിരുന്നില്ല. ആ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. അത്രമേൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന തരത്തിൽ. പിന്നീട് ഇടി കൂടി വന്നപ്പോൾ മലയാള സിനിമയിൽ എങ്ങനെയാണ് സിനിമ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു തന്ന ഒരു ഡയറക്ടറാണ്. വലിയ സന്തോഷമുണ്ട് അമീർ 3ാമത് ഒരു സിനിമയുമായി നമ്മൾക്കിടയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത്. ലിജീഷിനെ സംബന്ധിച്ചാണെങ്കിൽ ലിജീഷും ഞാനും തമ്മിൽ പരിചയപ്പെട്ടത് എന്നാണെന്ന് ഓർമ്മയില്ലാത്ത വിധം സൗഹൃദമുള്ള 2 പേരാണ്. ലിജീഷ് യഥാർത്ഥത്തിൽ അധ്യാപകനാണ്, മറ്റനേകം കാര്യങ്ങളിൽ നിൽക്കുന്ന ആളാണ്. പക്ഷേ ലിജീഷിൻ്റെ ഹൃദയത്തിലുടനീളം എല്ലാ കാലത്തും സിനിമയും നോവലും ഒക്കെ ഇങ്ങനെ ഉണ്ട് എന്ന് എനിക്കറിയാം. എപ്പോഴൊക്കെ ലിജീഷ് കാണുമ്പോഴും പുതിയ കഥകളെക്കുറിച്ചും സിനിമയെക്കുറിച്ചും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് സൈലം പോലുള്ള വലിയ പദ്ധതികളുമായിട്ട് അദ്ദേഹം പോയെങ്കിലും എനിക്കറിയാമായിരുന്നു ഏതെങ്കിലും ഒരു നിമിഷം ലിജീഷ് വീണ്ടും തൻ്റെ സ്വപ്നമായ സിനിമയിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. നമുക്കൊക്കെയുള്ള ഇഷ്ടമെന്ന് പറയുന്നത് എന്തും ഹൃദയത്തിൽ നിന്ന് ആയിത്തീരുകയും നമ്മളെ വല്ലാതെ തൊടുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരനാണ് ലിജീഷ്. അദ്ദേഹത്തിൻ്റെ ഗുജറാത്ത് എന്ന് പറയുന്ന നോവലുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾക്ക് വായിച്ചിഷ്ടപ്പെട്ടുള്ള കഞ്ചാവ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്, വർത്തമാന പുസ്തകമുണ്ട്. അങ്ങനെ എല്ലാ പുസ്തകങ്ങളിലും ഹൃദയം തൊട്ടെഴുതുകയും നമ്മളെ കയ്യിലെടുക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നിശ്ചയമായിട്ടും ഒരു പുതിയ കഥയുമായി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ ഹൃദയത്തെ തൊടുന്നതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ പ്രൊഡക്ഷൻ ഹൗസ് അമീർ ഏറ്റെടുത്തത് എനിക്ക് തോന്നുന്നു ലിജീഷിൻ്റെ കഥ കണ്ടിട്ട് തന്നെയാണ്. ആ കഥയായിരിക്കും നിശ്ചയമായിട്ടും അതിൻ്റെ ഗ്യാരണ്ടി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
അല്ലാതെ വെറുതെ അമീർ അങ്ങ് ചാടി വീഴുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കാൻ വയ്യല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കഥ സത്യം പറഞ്ഞാൽ രതീഷ് കുറേ ഭാഗങ്ങളൊക്കെ എന്നോടൊന്ന് രഹസ്യത്തിലൊന്ന് സൂചിപ്പിച്ചു. വല്ല ത്രില്ലിംഗ് ആയ ഒരു രസമുള്ള ക്യാമ്പസ് സ്റ്റോറിയാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും വലിയ ആശംസകൾ നേരുന്നു. വലിയ പറഞ്ഞതുപോലെ വലിയ ഗ്രൂപ്പിൻ്റെ ഒരു വലിയ പിന്തുണയുണ്ട് ഈ പ്രൊഡക്ഷൻ ഹൗസിനും ഈ സിനിമയ്ക്കും. പ്രേംപാറ്റ വളരെ മനോഹരമായ പേരാണ്, നിങ്ങൾക്ക് ഇപ്പോൾ അറിയാവുന്നതുപോലെ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ ഒരു പുസ്തകത്തിൻ്റെ പേരും ഒരു കഥയുടെ പേരും കൂടിയാണ്. അത് ഒരു പ്രണയ കഥയാണ്. അത് പുതിയ കാലത്തിലെ പ്രേംപാറ്റയെ നമ്മൾ ഈ സിനിമയിലൂടെ കാണുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രേംപാറ്റയ്ക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ഇവിടെ വന്നുകൂടി എല്ലാവരെയും ഹൃദയത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഒരു വളരെ ധന്യമായ മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ സാധിച്ചതിൻ്റെ അഭിമാനവും സന്തോഷവും എല്ലാം ഉണ്ട്. സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിൻ്റെ ലോഞ്ചാണെന്ന്, ഇത് അവരുടെ ആദ്യത്തെ പ്രോജക്റ്റാണ് പ്രേംപാറ്റ എന്ന് പറയുന്ന സിനിമ. ആമിർ ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ ആദ്യം കഥ പറയാൻ വരുന്നു എൻ്റെ അടുത്ത്, ഇതിൻ്റെ കഥ പറയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഈ സിനിമയിൽ ഇത്രയും ഒരു വലിയ വേഷമാണ്, അതല്ലെങ്കിൽ ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ കഥ കേട്ട് അത്രയും നല്ല കഥാപാത്രത്തെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ക്യാമ്പസ് പ്രണയം, ആ ക്യാമ്പസ് പ്രണയത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയിലൊക്കെ എനിക്കെന്തായിരിക്കും പങ്കെന്നൊക്കെ ഞാനും ആലോചിച്ചിരുന്നു. നിങ്ങളിപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് സിനിമ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇന്നത്തെ ഈ ഫംഗ്ഷന് വേണ്ടി നമുക്ക് അയച്ച ക്ഷണക്കത്ത് വായിക്കുമ്പോൾ മുതൽ നമുക്ക് മനസ്സിലാവും ഇവരുടെ ഒരു വ്യത്യസ്തമായ ചിന്താഗതി എങ്ങനെയാണ്. സാധാരണ ഒരു ക്ഷണക്കത്ത് പോലെയല്ല ആ ക്ഷണക്കത്ത് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് പേരിട്ടിരിക്കുന്നത് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ്, അതുപോലെ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് പ്രേംപാറ്റ. അതൊക്കെ ആമിറിൻ്റെയും ലിജീഷിൻ്റെയും ഒരു വ്യത്യസ്തമായ ചിന്തകളാണ്. അതുപോലെ തന്നെയായിരിക്കും ഈ സിനിമയുടെ പ്രമേയവും. ഈ സിനിമയും നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു കഥയുമായിട്ടാണ് ആമിറും ലിജീഷും ഈ സിനിമയിലേക്ക് വരുന്നത്. അത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. അതുപോലെ അമീറിൻ്റെ മുൻ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. 2 സിനിമകളും കണ്ട് അമീറിൻ്റെ ഒരു സംവിധാനം മികവും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു നിർമ്മാണ ചുമതല കൂടി ഏറ്റെടുക്കുമ്പോൾ മറ്റു പലരും ഒരു സർക്കാസ്റ്റിക് ആയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് അത് ആമിർ ഏറ്റെടുക്കുന്നത്. അതിന് ഞാൻ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഒരു ബാധ്യത മാത്രം ഏറ്റെടുത്തിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ വേണമെങ്കിൽ ആമിർ ഒരു സിനിമയുടെ സംവിധായകനാകാം. പക്ഷെ അതല്ല, ഇതിൻ്റെ നിർമ്മാണ ചുമതല കൂടി ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമ ആ പറഞ്ഞ ബജറ്റിൽ തീർക്കാനും അത് പറഞ്ഞ ദിവസത്തിനുള്ളിൽ ആ സിനിമ തീർക്കാനും ഒക്കെ ഉള്ള ഒരു വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് ആമിർ ഏറ്റെടുക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. ഇനി വരുന്ന സംവിധായകരും അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. കാരണം ഒരു സംവിധായകന്റെ കയ്യിലാണ് ഈ സിനിമ. അപ്പോൾ അത് നിർമ്മാണ ചുമതല കൂടി അദ്ദേഹത്തിന്റെ ചുമലിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ആ സിനിമയുടെ കൂടുതലൊരു ഉത്തരവാദിത്വം ഉണ്ടാവും. ആ സിനിമ കൂടുതൽ നന്നാവാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും. ലിജീഷ് വളരെ വ്യത്യസ്തമായ കഥയാണ്. ലിജീഷ് പിന്നീട് 1-2 മറ്റ് കഥകളും കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു. അതെല്ലാം നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന, നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോട് കൂടിയ ഒരു റൈറ്ററാണ് അദ്ദേഹം. സിനിമയിൽ ഇതൊരു നല്ല തുടക്കമാണ്. നമ്മൾ അടുത്ത കൊല്ലം ഈ സമയത്ത് നമ്മളോട് നിൽക്കുമ്പോൾ ലിജീഷിൻ്റെ ഒരു അവസ്ഥ ഇതായിരിക്കില്ല. മറ്റൊരു ലെവലിലേക്ക് ലിജീഷ് തീർച്ചയായിട്ടും വളർന്നിട്ടുണ്ടാവും. വലിയൊരു എഴുത്തുകാരനായി മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറും. ഈ സിനിമയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഇവിടെ എത്തിയ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ബെന്യാമിൻ പറഞ്ഞ പോലെ വളരെ ദീർഘകാലമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധമാണ്. ഞാൻ ബെന്യാമിൻ്റെ ഏറ്റവും അവസാനം വായിച്ച നോവലാണ് ആടുജീവിതം. അതിനേക്കാൾ മുമ്പ് ഞാൻ ആദ്യം മഞ്ഞ വെയിൽ മരണങ്ങളാണ് ആദ്യം വായിക്കുന്നത്. പിന്നീട് മുല്ലപ്പൂ നിറമുള്ള പകലുകളും അറേബ്യൻ നോവൽ ഫാക്ടറി ഒക്കെ വായിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ വളരെ ഒരു രീതിയിലാണ് ബെന്യാമിൻ എഴുതിയിട്ടുള്ളത്. ആടുജീവിതം വായിക്കാൻ വൈകിപ്പോയത് അത് ഇന്നും കിട്ടാനുണ്ടായിരുന്നില്ല. എവിടെ അന്വേഷിച്ചിട്ടും എനിക്ക് ആ പുസ്തകം കിട്ടിയിരുന്നില്ല. പിന്നെ എനിക്ക് ബെന്യാമിൻ തന്നെയാണ് ആ ഒരു പതിപ്പ് തന്നത്. പിന്നെ എനിക്ക് ബെന്യാമിൻ ആദ്യം എഴുതിയ അഭിഷേകൻ എന്ന നോവൽ തന്നു. അപ്പോൾ നിങ്ങളെപ്പോലെയൊക്കെ ഞാനും ബെന്യാമിൻ്റെ ഒരു വലിയ ആരാധകനാണ്. അദ്ദേഹത്തെ ഈ വേദിയിൽ ഒപ്പം നിർത്താൻ കഴിഞ്ഞതിൽ വളരെ വലിയ സന്തോഷം. സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് എന്ന ഈ പ്രൊഡക്ഷൻ കമ്പനി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന സിനിമ പ്രേംപാറ്റയിൽ നായകനായി എത്തുന്നത് മറ്റാരുമല്ല, ലെറ്റ്സ് ഗിവ് ഇറ്റ് അപ്പ് ഫോർ ജോമോൻ ജോബേ. എനിക്കധികം സംസാരിക്കാൻ അറിയില്ല കേട്ടോ. അഭിനയിക്കാൻ അറിയാലോ, അപ്പൊ പുതിയ ചിരിച്ചോളൂ, കുഴപ്പമില്ല. സൈജു ഞാനും 20 വർഷം മുമ്പാണ്
ഈ ഒരു ജേർണി തുടങ്ങിയത് into Malayalam cinema. In fact, we haven't reached that day yet. It's in November. And very happy to be here. Thank you all for coming. ഈ 20 വർഷത്തിന്റെ ഒരു journey has been amazing, and it's always been a challenge to win the hearts of Malayali audience, right? Apam in ee oru occasion I just want to say that I'm very happy to be a small part of this project. I'll go back to the inception of it because adamai Lijesh vechitana idu thodanganathu, because Lijesh, who is a writer of this film, I know him for a few years now, and Lijeshinte chiri endum oru thavana Lijeshne meet cheyidu kazhinjal ഒരാളും ലിജീഷിന്റെ ചിരി മറക്കില്ല. ലിജീഷിന്റെ പേര് മറക്കുമായിരിക്കും, പക്ഷെ ചിരി മറക്കില്ല. ഇറ്റ്സ് എ ട്രാപ്പ്, ഇറ്റ്സ് എ മൂവി ട്രാപ്പ്. സോ ലിജീഷ് എന്നെ വിളിച്ച് പറയാണ്, ഞാനൊരു കഥ പറയാം, ആ കഥ കേട്ടതിന് ശേഷം വേണ്ടാന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു, നിങ്ങളാദ്യം കഥ പറ. ലിജീഷ് ഇസ് എ ബ്യൂട്ടിഫുൾ റൈറ്റർ ആണ്, ഒരുപാട് നോവൽസ് എഴുതിയിട്ടുണ്ട്, സിനിമകൾക്ക് കഥ ഐഡിയേറ്റ് ചെയ്തിട്ടുണ്ട്. I would call him an expressionist, and expressionist in the exact definition ningalku ariyillenkil please go and yes, check the dictionary. He is an expressionist, and did I fall for it? മാത്രമല്ല കഥ നെറേറ്റ് ചെയ്തത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. And then at the end of it ഞാൻ പറഞ്ഞു, ഇല്ല കഥ കേട്ടിട്ട് വേണ്ടാന്ന് പറയാൻ തോന്നുന്നില്ലോ ലിജീഷേ എന്ന് പറഞ്ഞു. ഈ കഥയിൽ ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത് സസ്പെൻസ്. ആമിർ will definitely not want me to say anything about it. എല്ലാവരും മിണ്ടിപ്പോരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ന്യൂ ജെന്റെ ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗമാകാൻ കഴിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ലെറ്റ്സ് റീലോഞ്ച് ജോമോൻ. Looking forward to it. And the entire cast. Saiju of course is there, but Siddika, very happy to be working with you again. So many familiar faces. I worked with Shaji, who's the cameraman for our film. In the Shaji apne illa. Listen, thank you so much for being here and doing the launch of Studio Outsiders. Wishing you all the very best. The challenge of being at the helm of production is not a small feat. It's a big one, but I assure you that we are all in this together and we'll make it a beautiful journey. I just want to, I guess that's about it. Vera onnulla parayan. Amirinte vera projects njan kandittundu. I've seen your work and I hope we're able to ee cinemade captain of the ship actually ee cinemade kathayanu ennu venenge parayam. Adeneyanu main USP. So തീർച്ചയായിട്ടും നല്ലൊരു സിനിമ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന്റെ ആദ്യത്തെ പ്രോജക്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ബാക്ക് ബോൺസ് ഒരുപാടുണ്ട്. ആമിറിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന നല്ല മനസ്സുള്ള കൊലീഗ്സ് ഈ ഇൻഡസ്ട്രിയിൽ ഓൾറെഡി ഉണ്ട്. സോ ഐ എം ഷുവർ ദാറ്റ് ദിസ് ഫിലിം വിൽ not just Studio Outsiders എന്നുള്ള പേരുള്ളതുകൊണ്ടാണ് I'm like okay, it's gonna it's not just what, when you say the word outsiders it just brings me, ഞാനിപ്പോ 2 വർഷമായിട്ട് I have been an outsider because I've been focused fully in Tamil cinema. 2 തമിഴ് സിനിമ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിനു ശേഷം ഈ വർഷം ഒരു few months ago ആണ് ഞാൻ എന്റെ രണ്ടാമത്തെ തമിഴ് സിനിമ ഫിനിഷ് ചെയ്തത്. and I was just hoping that ഈ വർഷം തീർച്ചയായിട്ടും വീണ്ടും ഞാനൊരു ഇൻസൈഡർ ആവണം. അപ്പോഴാണ് ഇതുപോലെ ഒരു കഥ, ഒരു നല്ലൊരു കഥയുമായിട്ട്, നല്ല കഥ തന്നെ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. ലിജീഷ് നല്ലൊരു കഥയായിട്ട് മുന്നോട്ട് വന്നത്. താങ്ക് യു സോ മച്ച്. ഈ വർഷം തന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങും without being vacant from Malayalam screen for a long time. I'm very happy to be a part of this project. അപ്പം outside ഉള്ള ആൾക്കാരെ appeal ചെയ്യാൻ as Malayalam cinema is doing really really well വളരെ എളുപ്പമാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ബിക്കോസ് ഇൻസൈഡേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ, നമ്മുടെ മലയാളീസിനെ കൊണ്ട് മലയാള സിനിമ ഇഷ്ടപ്പെടിപ്പിക്കാൻ ശരിക്കും ഈസി അല്ല. സോ our audience ഏറ്റവും ക്രിട്ടിക്കൽ ആണ് of our stories, of our acting, and this is what makes us excel and cross boundaries. So I hope all you new gen kids who are sitting out here, I wish you all the very best. Let it be a mark in your career, let it be a huge leap. Wishing you all the very best from the bottom of my heart, and let's rock this film, Prem Pata. Okay, handing over the mic to Saiju. You have one. എല്ലാവർക്കും നമസ്കാരം. രഞ്ജിനി എൻ്റെ ബാഡ്മിന്റൺ പട്ടിയാണ്.
ഞങ്ങൾ ഒരുമിച്ച് CBA കളിച്ചായിരുന്നു. ഞാൻ സെലക്ഷന് പോകാത്തത് കൊണ്ട് എന്നെ അവർ സെലക്ട് ചെയ്തു. പോയിരുന്നെങ്കിൽ ചിലപ്പോൾ സെലക്ട് ചെയ്യില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു. കമ്മിങ് ടു പ്രേം പാറ്റ, ലവ് കോക്രോച്ച്. നമ്മുടെ ആമിറിനെ എനിക്ക് നേരത്തെ അറിയാം. ആയേഷയുടെ ഒരു പാട്ട് യൂട്യൂബിൽ വന്നു, ഭയങ്കര രസമുള്ള പാട്ട്. പ്രഭുദേവ കമ്പോസ് ചെയ്യുന്നു, മഞ്ജു വാര്യർ മനോഹരമായിട്ട് പെർഫോം ചെയ്യുന്നു. റാസൽ ഖൈമയിൽ ഷൂട്ട് ചെയ്തു അല്ലേ? അപ്പൊ ഹാരിസ് ദേശം പറഞ്ഞായിരുന്നു അവിടെ രാത്രികളിലൊക്കെ അവര് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹാർഡ്ഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്താണ് ഈ പാട്ട് കണ്ടും കേട്ടും ആ ഒരു എക്സൈറ്റ്മെന്റിൽ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഹാരിസ് ദേശത്തിന്റെ കൂടെ ആമിറിനെ ഞാൻ പരിചയപ്പെടുന്നത്. ജാനകിയുടെ സെറ്റിൽ. കറക്റ്റ്. ആൻഡ് അമേസിംഗ് ഗായ്, വെരി സ്വീറ്റ് ഗായ്. അതിനുശേഷം ഇവര് രണ്ടുപേരും കൂടെ ഞാൻ ED കണ്ടു. ED വേറൊരു ടൈപ്പ് ഓഫ് സിനിമ, സുരാജിന്റെ വേറൊരു പരിപാടിയും, ആ കഥ തന്നെ ഒരു വേറൊരു പരിപാടിയാണ്. അത് കാണണം കേട്ടോ. അത് നമ്മുടെ ഫാമിലിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഉഗ്രൻ കഥയാണ്. അതെ. അതിനുശേഷം ലിജീഷുമായിട്ട് നമ്മുടെ ഈ കഥ പറയാൻ വേണ്ടിട്ട് എന്റെ ഓഫീസിൽ വരുന്നു. ലിജീഷ് നമ്മളെല്ലാരും കണ്ടതുപോലെയും നമ്മളെല്ലാരും സംസാരിച്ച പോലെയും മമത ഇപ്പൊ പറഞ്ഞ പോലെ എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസ് ആണ്. അദ്ദേഹം കഥ പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ പിന്നെ നമ്മുടെ കണ്ണുകൾ മാറില്ല. ഇദ്ദേഹത്തിന്റെ കണ്ണിൽ തന്നെ ഇങ്ങനെ ഉടക്കി മൊത്തം കഥ കേട്ടു. അപ്പൊ തന്നെ പിന്നെ തീരുമാനം നമുക്ക്, ഞാൻ ആമിറിന്റെ പടമായതുകൊണ്ട് ഓൾറെഡി ഞാൻ ഇന്നായിരുന്നു. ബിക്കോസ് 2 പടങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകളാണ്. പിന്നെ കഥ കേൾക്കുക, അതിനകത്ത് കഥാപാത്രം എന്താണെന്ന് അറിയില്ല. പിന്നെ ഞാൻ എല്ലാ ദിവസവും ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവമേ എനിക്ക് സപ്പോർട്ടിംഗ് റോള് തരൂ. ഞാൻ ഈ ഇന്റർവ്യൂസിൽ കയറി പറയുന്നുണ്ട്, ആരും കേൾക്കുന്നില്ല ഇന്റർവ്യൂസ് ഒക്കെ. അപ്പൊ യൂട്യൂബിലെ ഇന്റർവ്യൂസ് ഇപ്പൊ കുറെ ഇങ്ങനെ വരുന്നത് കൊണ്ടേ ആൾക്കാരൊന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഞാനിടയ്ക്ക് ഒരു ലൈവ് ഒക്കെ പോകണമെന്ന് വിചാരിച്ചു, ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയില്. എനിക്ക് സപ്പോർട്ടിംഗ് റോൾ കിട്ടുന്നില്ല. എല്ലാവരും എന്നെ നായകനാണ് ആക്കുന്നത്. എന്നാ ഇവിടെ ഒരു നായകനായിട്ടൊരു ബ്ലോക്ക് ബസ്റ്റർ കിട്ടിയിരുന്നെങ്കിൽ അത് കുഴപ്പമില്ല. അപ്പൊ അത് സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇത് എന്നൊരു വണ്ടി പോകും, ഈ വലിയ വണ്ടി. അപ്പൊ പാരലായിട്ട് നമ്മൾ ചെറിയ വണ്ടി സപ്പോർട്ടിംഗ് ആക്ടർ എന്നുള്ള സാധനം കൊണ്ടുപോകണ്ടേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഭഗവതിയോട് പ്രാർത്ഥിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്കറിയാവുന്ന എല്ലാ മതത്തിലെയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എല്ലാ മതത്തിലെയും ദൈവങ്ങളോട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കൊരു സപ്പോർട്ടിംഗ് റോള് ദൈവത്തെ ഓർത്ത് തരൂ. അങ്ങനെ ആമിർ ഒരു സപ്പോർട്ടിംഗ് റോളുമായിട്ട് വന്നു. ആകാശ് വെള്ളത്തൂവൽ, അതാണ് എന്റെ കഥാപാത്രത്തിന്റെ പേര്. ഉഗ്രം കഥാപാത്രമാണ്. എന്തായാലും ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പൊളിക്കാൻ ചേട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല പൊളിക്കില്ലെന്ന്, പക്ഷെ നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവിക്കാൻ പോണെന്ന്. അതെ. അപ്പൊ അങ്ങനെ ഇന്നിപ്പോ ഒരു മൊമെന്റോ കിട്ടി പ്രേം പാറ്റയുടെ. ഇതിനേക്കാളും വലിയൊരു മൊമെന്റോ ഈ പടം റിലീസായതിനു ശേഷം നമുക്ക് എല്ലാവർക്കും അത് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് പ്രേം പാറ്റയ്ക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഹീറോ ജോമോൻ ജ്യോതിർ ആൻഡ് ദ എൻറ്റയർ യങ്സ്റ്റേഴ്സ് ടീം, എനിക്ക് പലരെ അറിയാം. ജുനേസ് ഐ കോൾഡ് യു ആഫ്റ്റർ പണി. അശ്വിനാടിയർ അഭിനയിച്ചിട്ടുണ്ട്. ബാക്കി കുറച്ചുപേരൊക്കെ എനിക്ക് പുതുമുഖങ്ങളാണ്. ഇന്നസെന്റ് ഇസ് ദേർ. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ ആമിറിന്റെ സെറ്റ്. ആൻഡ് പ്രൊഡക്ഷൻ കമ്പനിക്ക് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ്, അതിന് എല്ലാവിധ ഭാവങ്ങളും. ഒരുപാട് സിനിമകൾ ഇവര് ചെയ്യട്ടെ. മാജിക് ഫ്രെയിംസ് പോലത്തെ ഒരു വലിയ ഒരു സ്റ്റുഡിയോയായി മാറട്ടെ, ഒരു കമ്പനിയായി മാറട്ടെ. ആൻഡ് അതിൻ്റെ അകത്ത് ഇടയ്ക്കൊക്കെ ഈ പറഞ്ഞ പോലെ സപ്പോർട്ടിംഗ് റോളായിട്ടൊക്കെ എന്നെയൊക്കെ വിളിച്ച് ഒരുപാട് സന്തോഷം. താങ്ക് യു. പിന്നെ വേറൊരു കാര്യം, 1983 ശേഷം സഞ്ജു ശിവറാമുമായിട്ട് ഞാൻ അഭിനയിക്കാൻ പോകുന്ന പടമാണ്. സഞ്ജുവായിട്ട് ആകെ ഒരു പടം ചെയ്തിട്ടുള്ളൂ, അത് 1983 ആയിരുന്നു. അതിനുശേഷം പിന്നെ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ രാജേഷൊക്കെ നമ്മള് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്തു. പക്ഷെ അതേ ഉള്ളല്ലേ, അതിൽ കണ്ടില്ല. അപ്പൊ എന്തായാലും പല ആൾക്കാരായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുന്നു, 2ാമത്തെ പ്രാവശ്യം അഭിനയിക്കാൻ പോകുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. സിനിമകൾ സംഭവിക്കുന്ന, സിനിമകൾ ആഘോഷിക്കപ്പെടുന്ന ഇത്തരം സായാഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തരുന്നതാണ്. അത് പ്രിയപ്പെട്ടവരുടേതാവുമ്പോൾ അതിനൊരു സന്തോഷം കൂടുതലുണ്ട്. ഈ ടീമിൽ ഏറ്റവും അടുപ്പമുള്ളത് ലിജീഷ് ഏട്ടനുമായിട്ടാണ്. എനിക്ക് ഏത് നിമിഷവും ഏത് സാഹചര്യത്തിലും ഏട്ടാ എന്ന് വിളിച്ച് ഓടിച്ചെല്ലാവുന്ന ഒരു ഇടമാണ് ലിജീഷ് ഏട്ടൻ എന്ന് പറയുന്നത്.
അദ്ദേഹത്തിന്റെ അനായാസമായിട്ടുള്ള എഴുത്ത് പോലെ, ഗംഭീരമായിട്ടുള്ള വാക്ചാതുര്യം പോലെ, സന്തോഷത്തോടെ അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള അധ്യാപക ജോലി പോലെ തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ എഴുത്തുകാരന്റെ മുഖം പോലെ നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അമീർ, ഏറ്റവും സങ്കീർണമായിട്ടുള്ള 2 ചുമതലകളാണ് ധൈര്യപൂർവ്വം സന്തോഷപൂർവ്വം സിനിമയോടുള്ള സ്നേഹത്തോടെ അദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്നത്. ആ 2 ജോലികളും ഏറ്റവും മികവുറ്റ രീതിയിൽ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിനും സാധിക്കട്ടെ. അതേപോലെ തന്നെ സിനിമ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിനും എല്ലാ കൃത്യമായ ആശംസകളും അറിയിക്കുകയാണ്. ഒരുപാട് കാസ്റ്റിനെ കാണാൻ സാധിച്ചു. ഒരു വലിയ പ്രതീക്ഷയോടെ എത്തിയിട്ടുള്ള പുതിയ തലമുറയും അവരെ ഏറ്റവും സ്നേഹത്തോടെ നയിച്ച് മുമ്പിൽ സിദ്ദിഖെ പോലെയുള്ള ഒരു ടീമും ഉള്ളപ്പോൾ ഒരു വലിയ ആഘോഷം തന്നെയായിരിക്കും ഈ ഒരു സിനിമ എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. ലൊക്കേഷനിലും വെൽക്കരിയിലും ഒക്കെ കാണാൻ സാധിക്കുന്ന ഒരു ആഘോഷമാണ് ഇന്നിവിടെ കാണാൻ സാധിച്ചത് സ്റ്റേജിൽ കുറച്ചു നേരം മുമ്പ്. അപ്പൊ ഈ ഒരു വലിയ ടീമിന് കൃത്യമായിട്ടുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു. ഇതേപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ഇതിന്റെ ഒരു ആഘോഷം, വിജയാഘോഷത്തിന് വേണ്ടി ഒത്തുചേരാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. മുൻപത്തെ 2 സിനിമകളും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ശ്രമങ്ങളാണ് അമീറിന്റെ. അമീറിനെ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അമീറിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നാട്ടുകാരനാണ്. അപ്പൊ ഇതുവരെ പല സ്ഥലങ്ങളിൽ നിന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ വേറെ സിനിമകളിൽ വർക്ക് ചെയ്തുകൊണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആദ്യമായിട്ടാണ് അമീറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷം. പിന്നെ ലിജീഷിനെ കുറച്ച് കാലഘട്ടത്തിലൂടെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഭയങ്കര നന്നായിട്ട് എഴുതുന്ന പോലെ, നന്നായിട്ട് സംസാരിക്കുന്ന, നന്നായിട്ട് കഥ പറഞ്ഞു തരുന്ന ആളാണ് ലിജീഷ്. അങ്ങനെ നന്നായിട്ട് പറഞ്ഞു കേട്ടൊരു കഥയാണ്. ഇപ്പൊ എനിക്ക് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സിനിമ, ഞാൻ ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സിനിമ, പിന്നെ കഥ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് സാധാരണ ഇങ്ങനെയുള്ള ഫംഗ്ഷനിൽ പോവാറ്. അപ്പൊ പിന്നെ ഇങ്ങനെ ഈ ദിവസത്തിന്റെ ഭാഗമാകാൻ പറ്റിയതിലും ഈ സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ കൂടെ നിൽക്കാൻ പറ്റിയതിലും ഭയങ്കര സന്തോഷമുണ്ട്. 10-12 വർഷം മുമ്പുള്ള പരിചയമാണ്. അപ്പോ അന്ന് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ പലരും കൂടെ പുറമേ നിന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോ അവർക്കറിയാം ലിജീഷിനെ പറ്റി എന്തോരം പറയാനുണ്ട്. കാരണം ലിജീഷിനോട് നേരത്തെ പറഞ്ഞ പോലെ, മമത പറഞ്ഞ പോലെ നോ പറയാൻ പറ്റില്ല. വല്ലാത്തൊരു ട്രാപ്പാണ് ലിജീഷ് നമ്മളോട് വളരെ സ്നേഹത്തിൽ, വളരെ ലിജീഷ് കഥ പറയുമ്പോഴാണെങ്കിലും മമതയെ വിളിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ലിജീഷ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ മമത ചിലപ്പോ ശരിയാവുണ്ടാവില്ല, വരില്ല, ഞാൻ വെറുതെ കഥ പറയാല്ലേ. അപ്പൊ അങ്ങനെ വെറുതെ വിളിച്ച് കഥ പറഞ്ഞു, അതിൽ വീണു. അതെ, നമ്മുടെ കൂടെ എത്തിയിരിക്കുകയാണ്. We would love to hear what you say about today at this new production company and cinema. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സ്റ്റേജിൽ കയറണം എന്ന് വിചാരിച്ചു വന്നതല്ല. ലിജീഷേട്ടൻ ആയിട്ട് സഞ്ജു പറഞ്ഞ പോലെ, സഞ്ജു പരിചയപ്പെട്ട ആ കാലം മുതൽ എനിക്കും പരിചയമുണ്ട്. ഐ തിങ്ക് 2014 അപ്പൊ 10 വർഷത്തിന് മേലെ പരിചയമുണ്ട്. ആൻഡ് ലിജീഷേട്ടൻ ഹാസ് ബിൻ ആദ്യം ഒരു ഫ്രണ്ട് ആയിരുന്നു, ആദ്യം ഒരു എഴുത്തുകാരൻ എന്ന രീതിക്ക് പരിചയപ്പെട്ടു, അത് കഴിഞ്ഞിട്ടൊരു ഫ്രണ്ടായി, അത് കഴിഞ്ഞിട്ടൊരു ബ്രദറായി, ഇപ്പൊ ഒരു ഫാമിലിയാണ്. സോ ലിജീഷേട്ടൻ്റെ എന്ത് പരിപാടിയും നമ്മുടെ സ്വന്തം പരിപാടി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഐ എം നോട്ട് എ പാർട്ട് ഓഫ് ദിസ് മൂവി, ബട്ട് ഇറ്റ് ഫീൽസ് വെരി പേഴ്സണൽ ആൻഡ് എൻ്റെ സ്വന്തം ഒരു പ്രോജക്റ്റിന്റെ ഒരു ലോഞ്ചിന് വന്ന ഒരു ഫീലാണ് എനിക്ക്. എല്ലാവർക്കും ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ എല്ലാവിധ വിശ്വസും നേരുന്നു. ലിജീഷേട്ടാ, ഓൾ ദി ബെസ്റ്റ്. ലിജീഷേട്ടനെ പരിചയപ്പെട്ട കാലം മുതൽ എനിക്കറിയാം ഹൗ മച്ച് സിനിമ മീൻസ് ടു ഹിം. പക്ഷെ അത് എപ്പോഴൊക്കെയോ അത് വർക്ക്ഔട്ട് ആവുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സമയം കണ്ടെത്തുന്നില്ല. ലൈഫ് ജസ്റ്റ് വെന്റ് ഓൺ അൺടിൽ നൗ. ആൻഡ് ഇപ്പോൾ ഐ ഫീൽ ലൈക്ക് സിനിമ എന്നുള്ളൊരു ഇതിലേക്ക് ആക്റ്റീവ്ലി, സിനിമയെ കുറിച്ച് എന്ത് ചോദിച്ചാലും ഏത് കാലത്തും ലിജീഷേട്ടനെ എല്ലാം അറിയായിരുന്നു. സിനിമയുടെ ഉള്ളിലുള്ള എന്നെക്കാട്ടിലും നന്നായിട്ട് അറിയായിരുന്നു. അപ്പൊ എനിക്ക് ഉപദേശങ്ങൾ തരുന്ന ഒരു സിനിമാക്കാരനല്ലാത്തൊരു സിനിമാക്കാരനായിരുന്നു ലിജീഷേട്ടൻ അണ്ടിൽ നൗ. ബട്ട് ഇപ്പോൾ ആക്ച്വലി ഹി ഈസ് ഗോയിങ് ടു ബി എ സിനിമാക്കാരൻ എന്നുള്ളത് ഒരു പ്രൗഡ് ഫീലിംഗ് എനിക്കുണ്ട്. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. അമീറിനെ ഞാൻ പരിചയപ്പെടുന്ന ലിജീഷേട്ടന്റെ കൂടെ തന്നെയാണ്. എല്ലാവർക്കും പ്രേം പാറ്റ ഒരു ഹ്യൂജ് സക്സസ് ആവട്ടെ. പ്രേം പാറ്റയുടെ സക്സസ് സെലിബ്രേഷന് ഇങ്ങനെ വരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്.